കണ്ണൂർ വളക്കയ്യൽ സ്കൂൾ ബസ് മറിഞ്ഞ് 5ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. ചെറുക്കളയിലെ നേദ്യ എസ് രാജേഷാണ് മരിച്ചത്. അമിതവേഗമാണ് അപകട കാരണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. വൈകിട്ട് 4 മണിയോടെയാണ് കുറുമാത്തൂർ ചിന്മയ സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടത്. വളക്കൈ പാലത്തിന് സമീപം സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കുന്ന ഇറക്കത്തിലാണ് അപകടം. പോക്കറ്റ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് ഇറങ്ങുന്നതിനിടെ ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഞാനിവിടെ ശബ്ദം കിട്ടണ പുറത്ത് വന്ന് നോക്കിയത്. അപ്പോൾ അവിടെ വണ്ടി അടിമറിഞ്ഞ് കിടക്കുന്നുണ്ട്. അവിടെ എത്തിയപ്പോഴും സ്കൂൾ ബസ്സാണെന്ന് മനസ്സിലായി. തല മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പോയപ്പോൾ മുന്നിലത്തെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അതിനകത്തോടു കൂടിയാണ് നമ്മൾ ഓരോ കുട്ടികളെയും പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ഈ കുട്ടിയെ നമ്മൾ കണ്ടിട്ട്, ഈ മരിച്ച കുട്ടി ആക്ച്വലി പുറത്താണ്, വണ്ടിയുടെ പുറത്ത് അടിയിലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ പറ്റുന്ന കുട്ടികളെല്ലാവരെയും പുറത്തിറക്കി ലാസ്റ്റ് ഏറ്റവും പിറകിലായിരുന്നു ഈ കുട്ടി, താഴെ ഉണ്ടായിരുന്നില്ല. അവസാനമാണ് നമ്മൾ കണ്ടത്. പെട്ടെന്ന് തന്നെ നമ്മൾ നാട്ടുകാരൊക്കെ കൂടിയിട്ട് വണ്ടി പൊക്കി കുട്ടിയും കൂടെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഏകദേശം അന്നേരം എടുക്കുമ്പോൾ തന്നെ ഏകദേശം കുട്ടി ബോധമൊന്നുമില്ലായിരുന്നു, മരിച്ച രീതിയിൽ തന്നെ ആയിരുന്നു. ഹോസ്പിറ്റലിൽ പോയി അവിടെ എത്തിയപ്പോഴേക്കും കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. ഓവർ സ്പീഡാണെന്ന് പറയുന്നുണ്ട് കുറച്ച് പേര്. അപകടം നടന്നയുടൻ നാട്ടുകാർ കുട്ടികളെ തളിപ്പറമ്പിലെ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീടാണ് ബസ്സിനടിയിൽപ്പെട്ട നേദ്യയെ കണ്ടതും ബസ് ഉയർത്തി പുറത്തെടുത്തതും. ഒരൊച്ച കേട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ബസ് മറിഞ്ഞ് റോഡിലുണ്ട്. അപ്പോൾ നമ്മൾ 3-4 ആൾക്കാർ ഇവിടുന്ന് കുറേ ആളെ വിളിച്ചു കൂട്ടി. അപ്പുറത്ത് കിടന്ന ആൾ വന്ന് ബസ്സിലെല്ലാം കുട്ടികളെല്ലാം പിടിച്ച് പുറത്താക്കി. നോക്കുമ്പം ബസ്സിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരു കുട്ടി കവിഞ്ഞ് കിടക്കുന്നുണ്ട്, ഒരു പെൺകുട്ടി. ഉടനെ നമ്മൾ എല്ലാവരും കൂടി ബസ്സിനെ ഉയർത്തി. ബസ് കവിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഉയർത്തിയതിന് ശേഷം പെണ്ണ് ബസ്സിൻ്റെ അടിയിലായിരുന്നു. അപ്പോൾ പെണ്ണ് നല്ല ചോര കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് അവരെടുത്ത് കിട്ടുന്ന വണ്ടിക്കെല്ലാം പിന്നെ ഒരാൾ ആശുപത്രിയിലേക്ക് വിട്ടു. തളിപ്പറമ്പ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. അമിതവേഗമാണ് അപകട കാരണമെന്നാണ് വിലയിരുത്തൽ. പ്രത്യക്ഷത്തിൽ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാന്നാണ് മനസ്സിലായത്. ഡ്രൈവറുടെ ഓവർ സ്പീഡാണെന്ന്, അതേപോലെ CCTV ദൃശ്യം കണ്ടു. അതിലും അത്യാവശ്യം മനസ്സിലാവുന്നത് ഡ്രൈവർ നല്ല സ്പീഡിലായിരുന്നു. വാഹനം ആ ഒരു ടേണിംഗ് അശാസ്ത്രീയമായ രീതിയിലുള്ള ടേണിംഗ് ആണ്. ആ രൂപത്തിലാണ് അവിടെ റോഡിൻ്റെ ഡിസൈൻ ഉള്ളത്. അപകടമുണ്ടായ സമയത്ത് ഡ്രൈവർ ഫോൺ ഉപയോഗിച്ചിരുന്നുവെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി. അപകടത്തിന്റെ CCTVയിലുള്ള അതേ സമയത്ത് ഡ്രൈവർ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടുവെന്നാണ് ആരോപണം. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ ചിന്മയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ഇവൻ്റെ സ്റ്റാറ്റസ് ഞാൻ നോക്കുമ്പോൾ 4:03 സ്റ്റാറ്റസ് ഇട്ടിന്. അന്നേരം ഞാനിതറിയില്ല. കുറച്ച് കഴിഞ്ഞ ശേഷമുണ്ട് പിന്നെ എന്നോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ മലബാർ ഇങ്ങനെ ആക്സിഡൻ്റ് ആയിട്ടെന്ന് പറഞ്ഞു, ആക്സിഡൻ്റ് ആയിട്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്നേ പിന്നെയാണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പിഞ്ചു മക്കളൊക്കെ മരിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം. അപ്പോൾ എനിക്കിത് കണ്ടിട്ട് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. കൃത്യം 4:03 ഓൻ സ്റ്റാറ്റസ് വെച്ചിന്. ഇപ്പോൾ ബ്രേക്ക് പൊട്ടിയതല്ല എന്നാണ് ഇതിൻ്റെ കാണുന്ന തെളിവ്. കാരണം 2 വിഷയിലും 4.3 ആണ്, 4:03 പിന്നെ അതിൻ്റെ അർത്ഥം നമുക്ക് ചിന്തിക്കാനല്ലോ. ഏതവസരത്തിൽ ഇത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള ഇത്രയും ഈ കുന്നിൻ്റെ ഇറക്കത്തിൽ ഫോൺ നോക്കാനുള്ള സിറ്റുവേഷൻ എനിക്ക് എങ്ങനെ ഉണ്ടായി എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു കുട്ടി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പരിക്കേറ്റ മറ്റെല്ലാ വിദ്യാർത്ഥികളും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു. 24 കണ്ണൂർ.